and welcome back to my channel. എന്തുണ്ട് ഗൈസ് വിശേഷം? സുഖമാണോ? ഞാൻ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഈ ആഴ്ച വന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ചെറുതായിട്ടൊരു നീളെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഫ് ഐ ഡോണ്ട് ടേക്ക് നൗ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക്. സോ ഐ തോട്ട് let us start. Okay, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ എവിടെയാണ് നിർത്തിയത്? ടോക്ക്ഡ് അബൌട്ട് ഹൗ വി സ്റ്റാർട്ടഡ് എ ബിസിനസ്. ഒരു പ്രോസസ്സൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമുക്കൊരു പേർപ്പസ് വേണം, നമ്മൾ പ്രോഡക്റ്റ് നീച്ച് കണ്ടുപിടിക്കണം, അങ്ങനത്തെ പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോ. വൺസ് യു ഹാവ് യുവർ പ്രോഡക്റ്റ്, വൺസ് യു ഹാവ് യുവർ പേർപ്പസ്, വൺസ് യു ഹാവ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്, ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു നെക്സ്റ്റ് ഇസ് യുവർ ബ്രാൻഡ് പൊസിഷനിങ്. ബ്രാൻഡ് പൊസിഷനിങ് ഇസ് വെരി സിമ്പിൾ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഏറ്റവും അത് തന്നെയാണ് ഈ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ. അതായത് യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ ക്ലാരിറ്റി വാട്ട് വി ആർ ഗോയിങ് ടു സെൽ, ഹൂ വി ആർ ഗോയിങ് ടു സെൽ എന്നുള്ളതിനൊരു, ഞാൻ ഇടയ്ക്ക് ഇവിടെ നോക്കണത്, ഐ ഹാവ് മൈ ലാപ്ടോപ്പ് ഹിയർ വിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പറയണം എന്നുള്ളത്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ദിസ് വീഡിയോ ടു ഗോ, അത് ഭയങ്കര ലോങ് ആവണ്ടെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചില സ്ഥലത്തൊക്കെ വിഷയത്തിൽ നിന്നും തന്നെ മാറാതിരിക്കാൻ ഞാൻ ഈ ലാപ്ടോപ്പ് ഇവിടെ വെച്ചിരിക്കുകയാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബ്രാൻഡ് പൊസിഷനിങ്ങിന് നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വേണം. നമ്മൾ എന്താണ് വിൽക്കുന്നത്, നമ്മൾ ആർക്കാണ് വിൽക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഈ ബ്രാൻഡ് പൊസിഷനിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ് നമ്മുടെ ലോഗോ, ബ്രാൻഡിൻ്റെ പേര്. വെൻ യു ആർ സ്റ്റാർട്ടിങ് എ ക്ലോത്തിങ് ബിസിനസ്, ഇറ്റ് ഈസ് നെവർ എ ബ്രാൻഡ് അൺലെസ് അതൊരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മളതൊരു ബ്രാൻഡ് ആവുക. അൺടിൽ ദെൻ യു ആർ എ ക്ലോത്തിങ് ലേബിൾ. ബ്രാൻഡ് ആവണത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്നും അത്രയ്ക്കും, അതായത് നമുക്ക് നല്ല രീതിക്ക് സെയിൽസ് വന്ന് പീപ്പിൾ സ്റ്റാർട്ട് ട്രസ്റ്റിങ് അസ്. ദ കസ്റ്റമർ ആണ് നമ്മുടെ ലേബലിനെ ഒരു ബ്രാൻഡ് ആക്കുന്നത്. സെക്കൻഡ് point in brand positioning is the connection. So how do you want to connect with your customer? I think ഒരു 5-6 വർഷം മുമ്പേ വരെയൊക്കെ if an influencer posted a video or they spoke about it, people used to buy from these kind of clothing label or ജ്വല്ലറി, അങ്ങനത്തെ എല്ലാം മേടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ദ ട്രെൻഡ് ഹാസ് ചേഞ്ച്ഡ് വെയർ പീപ്പിൾ ബൈ. നമുക്കിപ്പം ഈസി ഫാസ്റ്റ് ഫാഷൻ അങ്ങനത്തെ സാധനം വേണമെങ്കിൽ നമ്മൾ വലിയ വലിയ ബ്രാൻഡ്, ലൈക്ക് ഇപ്പോൾ UAE വി ഗോ ടു മാക്സ് ഓർ ഫ്ലാഷ്, അല്ലെങ്കിൽ നംഷി, നെക്സ്റ്റ്, അങ്ങനത്തെ ദേ ഹാവ് ഓൾറെഡി ബിൽറ്റ് ദംസെൽഫ് ലൈക്ക് എ ബ്രാൻഡ്. അങ്ങനത്തെ ഇതിൽ പോകും. ബട്ട് ഇഫ് നമ്മളെപ്പോലെ ചെറിയ ക്ലോത്തിങ് ലേബലിലേക്ക് അവർ മേടിക്കണം എന്നുണ്ടെങ്കിൽ they need to connect with us over a story. They need to connect with us with a purpose. When I say purpose, നമ്മുടെ ആദ്യത്തെ പേർപ്പസ് അല്ല ഇവിടെ. അവർക്ക് അതായത് നമ്മൾ വിൽക്കുന്ന ഒരു നോർമൽ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന്ന് മാറി നമ്മൾ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുന്നത് സ്റ്റോറി ടെല്ലിംഗ് വഴിയാണ്. നൗ ഇത് കഴിഞ്ഞ് ലെറ്റ്സ് ഗോ ടു പ്ലാറ്റ്ഫോം which you want to sell, and then we'll go to the marketing part. Now in platform, there are different platforms where you can sell your products. So initially what Ruh Collections നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയ മാത്രമാണ് ആദ്യം സ്ട്രാറ്റജൈസ് ചെയ്തത്. ആദ്യം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു we launched in September 29th and by December I think we had a website. Initially you can start by creating a page in Instagram, Facebook, Pinterest. ഇത് മൂന്നിലും ഒരു പേജ് ഉണ്ടാക്കുക. പേജ് ഉണ്ടാക്കിയിട്ട് you post your pictures and your videos. Now the drawback of just having a social media page is that you always need to be present. അതായത് നമുക്ക് ഏത് നേരത്ത് വേണോ നമുക്കൊരു മെസ്സേജ് വരാം, ഇത് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ വി ഹാവ് ടു ബി അവൈലബിൾ to reply at all times. ലിറ്ററലി ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് എപ്പോഴൊക്കെ മെസ്സേജ് വരണോ അപ്പോഴൊക്കെ you have to be there. So what happened with me when I did that influencer collab is that I received at least 80 to 100 messages. Price please എന്ന് പറഞ്ഞു. ഈ 100 പേർക്കും നമ്മൾ അവരെന്ത് പ്രോഡക്റ്റിനാണ് പ്രൈസ് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വി ഹാവ് ടു സെൻഡ് ദം എ മെസ്സേജ്. സോ യു ഹാവ് ടു ലിറ്ററലി നമ്മൾ അവർക്ക് സൈസ് ചാർട്ട് അയച്ചു കൊടുക്കണം. അത് സൈസ് ചാർട്ട് ഒരുപാട് there's a back and forth conversation with the social media. But if you have a website, why? Because one, people will start trusting. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതായത് അവർ കയറി നോക്കി, ഓക്കെ ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ദേ ആർ ഒതൻറ്റിക്, ചെറിയൊരു ഒതൻറ്റിസിറ്റി നമുക്ക് അവിടെ തോന്നും. സെക്കൻഡ് തിങ്, ദ കസ്റ്റമർ വിൽ ഫീൽ, അതിൻ്റെ അകത്ത് നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ റിട്ടേൺ പോളിസി, റീഫണ്ട് പോളിസി എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ ദേ ഡോണ്ട് ഹാവ് ടു ആസ്ക് അസ് ഫോർ ഓൾ ഓഫ് ദീസ് ഡീറ്റെയിൽസ്. സോ വൈ ഈസ് എ വെബ്സൈറ്റ് നെസസറി, അല്ലെങ്കിൽ ദ പവർ ഓഫ് എ വെബ്സൈറ്റ് എന്താണെന്നറിയാം? വി ലോഞ്ച്ഡ് ഓൺ September 29th ആൻഡ് ഫെബ്രുവരിയിലാണ് നമ്മൾ ഫസ്റ്റ് പോപ്പപ്പ് ചെയ്തത്. ആൻഡ് വാട്ട് ഹാപ്പൻ വാസ്, ജനുവരിയിൽ വി ഗോട്ട് ന്യൂ സ്റ്റോക്ക് ആൻഡ് ദെൻ
ഐ വാസ് വേ ടു ബിസി അല്ല, സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു. ബാക്ക് ടു ബാക്ക് വയ്യായിക. എനിക്ക് ഇതിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഐ ഡി നോട്ട് ലൈക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എനിക്ക് വെബ്സൈറ്റിൻ്റെ അകത്ത്. നമ്മൾ പോപ്പപ്പിന് പോയപ്പോൾ അന്നാണ് ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ്സ് നമ്മൾ ഈ പുട്ട് ഇട്ട് ഓൺ ആർ പോപ്പപ്പ് നമ്മുടെ ആ സ്റ്റോറിൽ ഇട്ടു. ഇടുക മാത്രമല്ല, ആസ് ഐ സെഡ്, ഐ ഡി നോട്ട് ഗെറ്റ് ദ ടൈം ടു ഡു എ ഫോട്ടോഷൂട്ട്. എനിക്ക് വെൻഡറിൻ്റെ അടുത്തുനിന്ന് ഒരു സിംഗിൾ ഫോട്ടോ വെച്ചിട്ട് ഈ 4 ഡ്രസ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ ഫോട്ടോസ് ആ ഒരൊറ്റ ഫോട്ടോ വെച്ചിട്ട് ഈ പ്രോഡക്റ്റ് അങ്ങ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ എവിടെയും അത് ഇട്ടില്ല എന്നല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഐ വാസ് പുട്ടിങ് വീഡിയോസ് ഓഫ് നമ്മുടെ പോപ്പപ്പിന് പോയ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയി തിരിച്ച് നമ്മളിവിടെ വന്ന് വെരി റാൻഡംലി നമ്മളൊരു സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കുമ്പോഴത്തേക്കും ഐ ഗോട്ട് എൻ ഓർഡർ. ഐ വാസ് ലൈക്ക്, എന്തിപ്പോൾ ഉണ്ടായേ? സോ ദാറ്റ് ഓർഡർ വാസ് ഫോർ ദ പ്രോഡക്റ്റ് ഐ ഡിഡ് നോട്ട് പുട്ട് ഇൻ സോഷ്യൽ മീഡിയ. ഐ ഡിഡ് നോട്ട് ഡു എനി പ്രൊമോഷൻസ്, നത്തിങ്. അതായത് ഒരു കസ്റ്റമർ, ദേ saw my page, they went into my website, they liked the product, they saw they had their size, they just ordered. ഇമാജിൻ, അതായത് നമുക്ക് ഇപ്പം ഇഫ് ഇറ്റ് വാസ് ഇൻ, ഞാൻ അപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ എൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ്സിൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് കണ്ടിട്ടും ഇല്ല, ഇതിൻ്റെ പ്രൈസ് അവർക്ക് അറിയില്ല. അവരെനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പിന്നെ അതിന് റിപ്ലൈ അയക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ മെസ്സേജ് വരില്ലേ, ലെറ്റ്സ് സേ നമ്മളത് പോസ്റ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ. ആ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവർ മെസ്സേജ് അയക്കണം, റിപ്ലൈക്ക് കാത്തിരിക്കണം, ഞാൻ തിരക്കായിരുന്നൊക്കെ. ഓൾ ഓഫ് ദീസ് ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ, കുറേ പരിപാടികൾ ഉണ്ടായതേ ഇല്ല. ദേ വെന്റ് ഇൻ ടു മൈ വെബ്സൈറ്റ്, ദേ ചെക്ക്ഡ് ദ പ്രോഡക്റ്റ്, അവർക്കത് ഇഷ്ടപ്പെട്ടു, അവരത് ഓർഡർ ചെയ്തു. അങ്ങനെ അതിരിക്കെ അൽഹംദുലില്ലാ ആ ഓർഡർ ഞാൻ പാക്ക് ചെയ്ത് ഐ സെൻഡ് ഇറ്റ് ഓവർ. 2 days later, literally the same happened. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഐ ഡി നോട്ട് ഗെറ്റ് എനി മെസ്സേജ് ഓർ എനിത്തിങ്. എൻ്റെ ഫോണിൽ വീണ്ടും ഷോപ്പിഫൈൻ്റെ ആ കാർട്ട് ചെക്ക് ചെയ്യണ ക്ലിക്ക് കേട്ടു. ഞാൻ ഇങ്ങനെ വീണ്ടും എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. someone again in Sharjah, they bought this product and I was like, oh my god. വീണ്ടും കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു. ദാറ്റ് വാസ് ബിക്കോസ് ഞാൻ തന്നെ അറിയാണ്ട് എൻ്റെ വെബ്സൈറ്റിൽ ഒരു ചെറിയൊരു ഷിപ്പിംഗ് ഫീസ് ഉണ്ടായിരുന്നു. സോ മൈ കസ്റ്റമർ വാസ് ലൈക്ക്, ഈ ഷിപ്പിംഗ് ഫീസ് ഉണ്ടോ? അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരെനിക്ക് മെസ്സേജ് അയക്കുന്നത്. സെയിം ഡേ, അതായത് ഇൻ എ ഡേ ഐ ഗോട്ട് 2 orders ജസ്റ്റ് ബിക്കോസ്. ആൻഡ് ദീസ് 2 orders ഈ പറയുന്ന ഫോട്ടോഷൂട്ട് ചെയ്യാത്ത പ്രോഡക്റ്റിനാണ്. ബൈ ടുഡേ, ഇന്ന് 13-ാം തീയതിയാണ്. 13-ാം തീയതിക്കുള്ളിൽ ഈ പ്രോഡക്റ്റിനൊന്നും ഇന്ന് വരെ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഐ സോൾഡ് അറ്റ്ലീസ്റ്റ് 1 to 4 പീസ്. അൽഹംദുലില്ലാ, ദിസ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് എ വെബ്സൈറ്റ്. People see your product and they check the price, they check if they have the size, they like it, they buy it. So I'm not saying initially തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇതെല്ലാം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഞാനൊരു സത്യം പറയട്ടെ, യു ഡോണ്ട് ഹാവ് ടു ബി എ വെബ് ഡെവലപ്പർ, യു ഡോണ്ട് ഹാവ് ടു ബി ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട വെബ്സൈറ്റ് ഉണ്ടാക്കാൻ, എസ്പെഷ്യലി ഇഫ് യു വോണ്ട് ടു ഡു എ ഇ-കൊമേഴ്സ് ക്ലോത്തിങ് ബിസിനസ്. വൈ? ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹെൽപ്പ് യു ക്രിയേറ്റ് യുവർ ഇ-കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ്. അതിലൊന്നാണ് ഷോപ്പിഫൈ, ദർ ഇസ് വൂകോമേഴ്സ്, അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഐ എം യൂസിങ് ഷോപ്പിഫൈ ബിക്കോസ് ഐ ഫെൽറ്റ്, ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ചൂസ് ചെയ്തത്. ആൻഡ് ഐ ചോസ് ഷോപ്പിഫൈ. അതിൻ്റെ അകത്തുള്ളൊരു എളുപ്പവഴി എന്ന് ഐ എം എ വെബ് ഡെവലപ്പർ, എനിക്ക് തന്നെ ഇത് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി എനിക്കൊരു 10 പണിയുണ്ട്. ഒരു വെബ്സൈറ്റ്, അതായത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഫ്രം സ്ക്രാച്ച് യു നീഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ്, പേയ്മെൻറ്റ് ഗേറ്റ്വേ, APIs, ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഇറ്റ് വിൽ ടേക്ക് മിനിമം 2 മാസം മിനിമം ബേസിക് സാധനം. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഐ വിൽ ഡു ദ ഫ്രണ്ട് എൻഡ്, റൈറ്റ്? അപ്പോൾ ഞാൻ ഫ്രണ്ട് എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഭയങ്കര സ്പെസിഫിക് ആണ്. അങ്ങനെ എനിക്ക് അവിടെ അത് വേണം, എനിക്ക് ഇവിടെ ഇത് വേണം. എനിക്കൊരുമാതിരി വൃത്തികെട്ട ഒരു പെർഫെക്ഷനിസ്റ്റ് സ്വഭാവമുണ്ട് വെൻ ഇറ്റ് കംസ് ടു വെബ് ഡെവലപ്മെൻറ്റ്. ഈ 2 മാസം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് 3 മാസം. ഇറ്റ് വുഡ് ഹാവ് ബീൻ എ വെരി ലോങ് പ്രോസസ്. 3 months എന്തായാലും എടുത്തേനെ. ഈ 3 months കട്ട് ഷോർട്ട് ചെയ്താണ് ഷോപ്പിഫൈയിൽ ഐ രജിസ്റ്റേർഡ് ആൻഡ് ഐ chose Shopify. Now what I will do is I will do a video on how to create your e-commerce store in Shopify. അത് വേറൊരു വീഡിയോ എടുത്ത് ചെയ്യാം. It's very easy. I will show it to you. Now let's continue with the platform. Okay, that is why ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ്
ഈ വെബ്സൈറ്റ് ഇസ് വെരി വെരി യൂസ്ഫുൾ, വെരി ഒരു ഹ്യൂജ് നെസസറി തിങ് ആണ്. കാരണം again and again I'm telling you why it is important. And having an online business, if you have a website, it will make you money, അതായത് it will bring sales even without you putting any effort. If you have a good social media അക്കൗണ്ടിൻ്റെ മാത്രമല്ല, നമ്മൾ റാൻഡംലി നമ്മൾ കുറേ എഫേർട്ട് ഇട്ട് നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ പോസ്റ്റ് എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ കണ്ട് അവരിത് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി, യു വിൽ ഗെറ്റ് ദാറ്റ്. സോ ദാറ്റ് ഈസ് വൈ ഐ എം ടെല്ലിങ് യു, along with your social media platform, start your website. Okay, now the second, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം അല്ലേ. Now the third platform that we have is we have WhatsApp. ഈ വാട്സാപ്പിൻ്റെ അകത്ത് how that works is you create a group, WhatsApp group, or I think it's like a community, and then നമുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ you are getting a message and you add this, you tell them please message us in WhatsApp, and then WhatsAppൽ നമുക്ക് അവരുടെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് we are putting these pictures and price ഒക്കെ ഇട്ടിട്ട് that is one way of selling. So what happens with that is നമ്മൾ എപ്പോഴും ആ ഒരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. ബട്ട് ഐ എം നോട്ട് സേയിങ് അത് പൊട്ടാന്നല്ല, that is also a way of selling your products. The third one is marketplace. It can be Amazon. So if you're in UAE, there is Amazon Noon. If you're in India, there is Amazon Flipkart. പിന്നെ മിന്ത്ര, മീഷോ, അങ്ങനത്തെ പ്ലാറ്റ്ഫോം, ബിഗ് മാർക്കറ്റ് പ്ലേസസിൽ യു ക്യാൻ enroll and then you can sell. ഇതിൻ്റെ അകത്തുള്ളൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ യു നീഡ് ടു നോ വിച്ച് മാർക്കറ്റ് പ്ലേസ് ഇസ് കറക്റ്റ് ഫോർ യു. എനിക്കിപ്പോൾ ഒരു സാധനം ഐ ലൈക്ക് ദ ഡിസൈൻ ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. നമ്മൾ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് വിചാരിക്കും? ഇമ്മീഡിയറ്റ്ലി വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഇസ് മീഷോ. ആൻഡ് അവിടെ അധികം നമുക്ക് 250 രൂപ 300 രൂപയ്ക്കൊക്കെ കുർത്ത കിട്ടും. ആൻഡ് ഐ പേഴ്സണലി ഫീൽ അത്രയും തന്നെ ക്വാളിറ്റി ആ തുണിക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇച്ചിരി കൂടെ ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത് മിന്ത്രയിലാണ്. ഹൗ യുവർ പ്രോഡക്റ്റ് ഇസ് പ്രൈസ്ഡ് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ മാർക്കറ്റ് പ്ലേസ് ചൂസ് ചെയ്യുക. ആമസോൺ ഇസ് എ ഗുഡ് പ്ലാറ്റ്ഫോം. നമ്മൾ അതിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വരുമോ വരില്ലേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതെങ്ങനെ, അതിൻ്റെ ഒരു ടെക്നോളജി, അതിൻ്റെ ഒരു പരിപാടി എനിക്ക് വലിയ പിടുത്തില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് പ്ലേസ് ഞാൻ പറഞ്ഞില്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതല്ലാണ്ട് നീഷ് സ്പെസിഫിക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഡ്രസ്സസ് ആണ്, അതായത് സൽവാസ്, കുർത്ത, വെസ്റ്റേൺ, ഇന്ത്യൻ, അങ്ങനത്തെ. അപ്പം നീഷ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് അതും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഐ എം സെയിങ് ഇതിൻ്റെ അകത്തുള്ളൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് അല്ലേ, ഇതിൻ്റെ അകത്ത് ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് യു ഹാവ് ടു പേ എ സ്പെസിഫിക് amount ഓഫ് കമ്മീഷൻ ടു ദീസ് മാർക്കറ്റ് പ്ലേസസ്. സോ ഇൻ ആമസോൺ യു വിൽ ഹാവ് ടു പേ, ഇൻ നൂൺ ഓർ ഫ്ലിപ്കാർട്ട് എല്ലാവർക്കും അപ്പം അത്രയും തന്നെ ഈ കൊടുക്കുന്ന കമ്മീഷൻ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ആറാമത്തെ പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്ട്രാറ്റജി. ദിസ് ഇസ് ദ 6th strategy that we want to go. What we have to understand is that if you are starting a clothing label or a e-commerce business, what you have to get into your head is that നമ്മൾ ആരുമല്ല. We are no one. People don't know us. We are not huge celebrities and all. They don't know us. So we have to tell our story. We have to make our brand visible. Now, how to market? Now, there are 2 strategies that I know of. മൂന്നാമതോ നാലാമതോ ഇനി വേറെ സ്ട്രാറ്റജികൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു പൈസയും കൊടുക്കേണ്ട $0 മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പെയ്ഡ് മാർക്കറ്റിംഗ്. നൗ ഇൻ $0 മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വാട്ട് കംസ് ഇസ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് യുവർ ഡെഡിക്കേഷൻ. ഇത് മാത്രമാണ് ആവശ്യം. സോ അതിൻ്റെ അകത്ത് എന്ത് വരും എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ്. യു ഹാവ് ടു ക്രിയേറ്റ് കോണ്ടൻറ്റ് ആൻഡ് യു പുട്ട് ദെം എവ്രിവെയർ. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോംസിൽ, അതായത് ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ്. യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ, നോട്ട് നെസസറി, ബട്ട് ഇഫ് യു വോണ്ട് യു ക്യാൻ. അതിൻ്റെ അകത്ത് ഇറ്റ് ഡിപ്പെൻസ്. ഫോർ റൂഹ് കളക്ഷൻസ് ഐ ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ആസ് സച്ച്, ബിക്കോസ് എൻ്റെ ഈ റുബീന അജീദ് എന്നുള്ള യൂട്യൂബിലെ ഞാൻ വല്ലപ്പോഴാണ് കണ്ടന്റ് ഇടുന്നത്, അപ്പോഴാണ് നീ അവിടെ. ബട്ട് യൂട്യൂബ് ഇസ് ആക്ച്വലി എ ഗുഡ് പ്ലാറ്റ്ഫോം ടു പുട്ട് കണ്ടന്റ് ഫോർ യുവർ ബിസിനസ്. നൗ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് 2 ways കേട്ടോ. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്യും പോലെ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം, ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. ബട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ
ഏതൊരു ബ്രാൻഡിനെ, അത് വലിയ വലിയ ബ്രാൻഡിനെ പോലെ ഏതൊരു ബ്രാൻഡിനെ പോലും വെറുതെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ബ്രാൻഡായി മാറും. അതിൻ്റെ അകത്തുള്ള പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറി ടെല്ലിങ്. വി നീഡ് ടു കണക്ട് വിത്ത് പീപ്പിൾ. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു വി ആർ നോ വൺ. സോ ജസ്റ്റ് ബിക്കോസ് യു പോസ്റ്റ് ദ പിക്ചർ ഡസൻറ്റ് മീൻ ദാറ്റ് പീപ്പിൾ വിൽ ബൈ ഫ്രം യു. വി നീഡ് ടു കണക്ട് ദാറ്റ് പ്രോഡക്റ്റ് വിത്ത് എ സ്റ്റോറി. ഒരു സ്റ്റോറി ആയിട്ട് നമ്മളത് കണക്ട് ചെയ്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടാണ് ദേ വിൽ ബൈ. നൗ ഞാനൊരു സത്യം പറയട്ടെ, സോ ഫാർ റൂ കളക്ഷനിൽ നമ്മൾ അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടില്ല. വൈ? ബിക്കോസ് എനിക്ക് ഒരു പിടിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്. ബട്ട് ഐ ആം ട്രൈങ് ടു ലേൺ ഹൗ ടു ഡു ദാറ്റ് യൂസിങ് ChatGPT. ഞാൻ ChatGPTനെ എല്ലാ രീതിയിലും മറ്റേ പിഴിയാണ്. സോ വാട്ട് ഐ ഡു ഇസ് ഐ ഗിവ് prompts to ChatGPT saying this is my product, I want to sell it using the human emotion-ആയിട്ട് കണക്ട് ചെയ്യണം. The reason why I'm using ChatGPT is because നമുക്കൊരു ഹ്യൂമൻ കണക്ഷൻ വേണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി നീഡ്, if you're doing that, you need to understand human psychology. The problem with that is I myself as a buyer, ഒരു കസ്റ്റമറായിട്ട് ഞാൻ എന്നെ എടുത്താൽ ഐ ആം എ വെരി, എന്നെപ്പോലുള്ള കസ്റ്റമേഴ്സാണ് ഈ ലോകത്തുണ്ടെങ്കിലുണ്ടല്ലോ, എന്തൊരു സുഖം എന്നറിയാം നിങ്ങൾക്ക്. ഐ ആം എൻ ഇമ്പൾസീവ് ബയർ. ഇത്രയും ഇമ്പൾസീവായിട്ടൊരു ബയറിനെ നിങ്ങൾ വേറെ എവിടെയും കാണില്ല. ഐ ആം സച്ച് എൻ ഇമ്പൾസീവ് ബയർ. ഡ്രസ്സ്, ചെരുപ്പ് ഒരാവശ്യവും ഇല്ലാതെ ഞാൻ മേടിച്ചു കൂട്ടും. എൻ്റെ കബോർഡിൽ ഐ മൈറ്റ് ഹാവ് 2 ഡ്രസ്സ് മേടിച്ചിട്ട് ഒരു 4-5 മാസമായി കാണും. ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ഇപ്പം 2 ഉള്ളൂ. ഇതിന് മുമ്പേ ഒരു 10, മിനിമം ഒരു 5-6 ഉണ്ടായിരുന്നിട്ടുണ്ടാവും. സോ എല്ലാം ഞാൻ ഒന്നുകിൽ നാട്ടിൽ എൻ്റെ കസിൻസിന് കൊടുത്തിട്ടുണ്ടാവും, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ ബൈത്തൽ കെയർ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മറ്റേ ചാരിറ്റി ഡൊണേഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് പഴയ തുണി ഇടാമെന്നും പറഞ്ഞ് ഞാൻ അതിൽ കൊണ്ടിടും. ഈ എൻ്റെ ഉടുപ്പൊക്കെ കിട്ടുന്ന ആൾക്കാരുടെ ഭാഗ്യമാണ്, കാരണം ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്ത തുണികളാണ് ഞാൻ കൊണ്ട് ഡംപ് ചെയ്യണത്. മീ മൈസെൽഫ് ആസ് എ കസ്റ്റമർ ഐ എം എ വെരി ഇമ്പൾസീവ് ബയർ. സോ me as a business owner അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ആൾക്കാർ ഇത് എങ്ങനെ മേടിക്കും, അവരുടെ സ്റ്റോറി ടെല്ലിങ് എനിക്കറിയില്ല, എനിക്കിന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ റൂ കളക്ഷൻസിലും ആ സ്റ്റോറി ടെല്ലിങ് അപ്രോച്ച് കൊണ്ടുവരാത്തത്. പക്ഷേ ഐ ആം ട്രൈങ് ടു ചേഞ്ച് ദാറ്റ്. ദിസ് ഈസ് വൺ ബിഗ് തിങ് ദാറ്റ് ഐ വോണ്ടഡ് ടു സേ ടു യു. നിങ്ങളും ഇഫ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ്, you give the correct prompt to ChatGPT, it will give you everything that you need. Now how to get the correct prompt എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ആദ്യം അവരുടെ അടുത്ത് പറയുക, ChatGPT ടൈപ്പ് ചെയ്യുക, ആക്ട് ആസ്. നൗ ഇഫ് യു വോണ്ട് ടു ആക്ട് ആസ്, നമ്മളിത് മാർക്കറ്റ് ചെയ്യാനുള്ള നമ്മുടെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങണതേ ഉള്ളൂ, യു വോണ്ട് ടു സ്റ്റാർട്ട് യുവർ ബിസിനസ്, സേ ആക്ട് ആസ് എ multi-millionaire business company and generate me a strategy and generate me an entire business blueprint for ഇതാണ് നിങ്ങളുടെ ബ്ലൂ പ്രിൻറ്റ്, ഇതാണ് പ്രോഡക്റ്റ്. അങ്ങനെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ആവശ്യം പറയുക, ഇന്ന ഫോർമാറ്റിൽ. ഒന്നെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു ടേബിളായിട്ട് ചോദിച്ചാൽ ടേബിളായിട്ട് തരും, ഡീറ്റെയിൽഡ് പ്രൊഫഷണൽ ടോൺ വേണോ, വാട്ട് എവർ ടോൺ എല്ലാം അത് പറഞ്ഞുതരും. സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ ദാറ്റ് ഈസ് വൺ $0 മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ദ സെക്കൻഡ് വൺ ഈസ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ഹൗ ദാറ്റ് വർക്ക്സ് ഇസ് ദാറ്റ് ഡേറ്റാബേസ് വേണം. ഈ ഡേറ്റാബേസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഫോർ മീ ഇൻ റൂ കളക്ഷൻസ് ഇനീഷ്യലി ഐ ഡിഡ് നോട്ട് ഹാവ് ഡേറ്റാബേസ്. ലൈക്ക് 10 പേരുടെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇസ്, ഞാൻ നമ്മുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തല്ലോ, ആ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്ത സമയത്ത് ഐ പുട്ട് എ ഡിസ്കൗണ്ട് കോഡ് ഓൾസോ. ആൻഡ് ദെൻ നമ്മുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഫസ്റ്റ് തിങ് ദാറ്റ് ഷോസ് അപ്പ് ഇസ് 10% ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ടു അവർ ന്യൂസ് ലെറ്റർ. ഫ്രം 10 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സസ്, നൗ ഐ ഹാവ് 45 ഇമെയിൽ അഡ്രസ്സസ്, വിച്ച് ഇസ് ഗുഡ്. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനീഷ്യൽ ഫേസിൽ യു ഗെറ്റ് ടു ബിൽഡ് ദാറ്റ് ഡേറ്റാബേസ്. അഗെയിൻ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യും, എനിക്കറിയില്ല, ഈ ഡേറ്റാബേസ് ഇല്ല. ഡേറ്റാബേസിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, പക്ഷെ എങ്ങനെ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ യൂസിങ് ഷോപ്പിഫൈ ഓർ ഇഫ് യു ആർ യൂസിങ്, ഐ തിങ്ക് ഇൻ eCommerce ഓൾസോ ഇറ്റ്സ് ദെയർ, they give you free emails. അതിൻ്റെ അകത്ത് ടെംപ്ലേറ്റ്സ് ഉണ്ടാവാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യും? അഗെയിൻ ask ChatGPT. If you don't know, if you know, do it by yourself. If you don't know, ask ChatGPT, add products to your email and that will ആദ്യത്തെയൊക്കെ ഇമെയിൽ വളരെ ദുരന്തകരമായ ഇമെയിൽ ആയിരിക്കും. ദുരന്തകരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദുരന്തം എന്നല്ല, കുറച്ച് വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഐ ഹാവ് ഡൺ ഇമെയിൽ
ഇൻ അൽത്തയർ. ഞാൻ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അൽത്തയറിൽ. അത് പ്രോപ്പർ ഒരു സ്ട്രക്ചറും ബോക്സും എല്ലാം വെച്ച് നല്ല രസമുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു കോപ്പി റൈറ്റിംഗ്. അപ്പം ഇത് എനിക്ക് മറ്റേ കോപ്പി റൈറ്റിംഗ് വഴി വരണതാണല്ലോ ഈ സാധനം, അൽത്തയർ ചെയ്തുകൊണ്ടിരുന്നപ്പം. ഇവിടെ അതെനിക്കില്ല, ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പറയുന്ന അഗെയിൻ ചാറ്റ് ജി പി ടി എടുത്ത് ചോദിച്ചാൽ അതിൽ നിന്ന് വലുതായിട്ടൊന്നുമില്ല. ഒരു ഹീറോ ബാനർ പോലൊരു സാധനം കാണും, ഒരു ടെക്സ്റ്റ് കാണും, പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സ്. അത് മാത്രമാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഇനീഷ്യലി യു ഡോണ്ട് ഹാവ് ടു പുട്ട് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ ഇമെയിൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾ. ഞാൻ പറഞ്ഞ ലൈക്ക് $0 മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഒന്ന് കണ്ടന്റ്, സെക്കൻഡ് ഇസ് ഇമെയിൽ, ദ തേർഡ് വൺ ഇസ് കൊളാബ്. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഒരു 10K 20K 50Kന് താഴെ, 0 അല്ല, ഒരു 50Kന് താഴെയുള്ള ഏതൊരു ഇൻഫ്ലുവൻസറിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം. യു ക്യാൻ കോൺടാക്ട് ദം ആൻഡ് യു ക്യാൻ സേ ബാർട്ടർ കൊളാബ് എന്ന് ഒരു പരിപാടിയുണ്ട്. അതൊന്നുമില്ല, നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുക, അവർ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കണം. യു വിൽ ഹാവ് ടു ബെയർ ദി എക്സ്പെൻസ് ഓഫ് ഷിപ്പിംഗ് ആൻഡ് യുവർ പ്രോഡക്റ്റ് പ്രൈസ് ആൻഡ് ഓൾ. Give it to them and you tell them to market your product. Now how? Now you need to be very clear. നിങ്ങൾക്ക് അത് എങ്ങനെ അത് പോർട്രേ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറയണം. ആൻഡ് ഓൾസോ റാൻഡംലി ഏതെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്ററിനല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. യു ഹാവ് ടു ഗിവ് ഇറ്റ് ടു ദ കോണ്ടന്റ് ക്രിയേറ്റർ ദാറ്റ് യു ലൈക്ക് ദ കോണ്ടന്റ്. അത് നിങ്ങൾക്ക് വിശ്വാസവും യു ഫീൽ ദാറ്റ് ഓക്കെ ദിസ് പേഴ്സൺ ഐ ലൈക്ക് ദിസ് പേഴ്സൺസ് കോണ്ടന്റ്. ആൻഡ് അവരുടെ വീഡിയോസിലെ കമൻറ്റ് സെക്ഷൻ വായിക്കുമ്പോൾ ബാക്കിയുള്ള ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് തോന്നും പോലെയാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ യു നീഡ് ടു ഡു യുവർ റിസർച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഫോർ മീ പേഴ്സണലി വിത്ത് റൂ കളക്ഷൻസ് വാട്ട് ഐ എം ലുക്കിംഗ് അറ്റ് ഇസ് ആ കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ, അത് എനിക്ക് അവരുടെ കണ്ടന്റ് ഇഷ്ടമാണ്. ദ വേ ദേ പ്രസൻറ്റ് ദ സ്റ്റോറി ഐ ലൈക്ക് ഇറ്റ്. നേരത്തെ പറഞ്ഞ ഈ സ്റ്റോറി ടെല്ലിംഗ് ഡിഡ് ഇറ്റ് വിത്ത് വൺ. ഞാൻ ഇതുവരെ ആകെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായിട്ടാണ് ഞാൻ നമ്മുടെ റൂ കളക്ഷൻ കൊളാബ് ചെയ്തിട്ടുള്ളത്. ഐ ലവ് ഹർ സ്റ്റോറി ടെല്ലിംഗ് വേ. ദിസ് ഈസ് ദ വേ ദറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്വന്തമായിട്ട് ബ്രാൻഡിൽ സ്റ്റോറി ടെല്ലിംഗ് ചെയ്യണം, വിഷ്വൽ ഹുക്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, that is exactly what she did it for me. That collab gave me a huge reach. എനിക്ക് ഈ കൊളാബ് ചെയ്യുന്നതിന് മുന്നേ I had 176 subscriber അല്ല, followers. And within 24 hours we reached 500-600 followers. And now we are 800+ followers ഉള്ള ഒരു പേജാണ് റൂഹ് കളക്ഷൻസിന്. സോ ഈവൻ ടുഡേ അവരുടെ ആ വീഡിയോയ്ക്ക് ഇപ്പോഴും ലൈക്സ് വരാറുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം സെയിങ്. നൗ പണ്ടൊക്കെയാണ് ഈ പറയുന്ന കൊളാബിൽ സെയിൽസ് വരെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് യു കൊളാബ് വിത്ത് influencer. Because as I said, people don't just buy because the influencer is posting it. People buy because it connects with them, the story connects with them. അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ട് അത് കണക്ട് ചെയ്താൽ മാത്രമേ ആൾക്കാരത് മേടിക്കുള്ളൂ. So that's why you need to reach out to a content creator who matches your storytelling. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വാല്യൂസും എല്ലാം റീച്ച് ചെയ്യുന്ന, നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇവരത് ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വേണം. നിങ്ങൾ ഇന്ന ടൈം ലൈൻ കൊടുക്കണം, ദാറ്റ് ഇത്ര ദിവസം നിങ്ങൾക്ക് സമയമുണ്ട് ഈ വീഡിയോ ചെയ്യാൻ. എനിക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇത്ര സ്റ്റോറി പറഞ്ഞില്ലേ, ഐ ഗോട്ട് ദാറ്റ് റീച്ച് ആസ് വെൽ. സോ ഈ റീച്ചിന് വേണ്ടിയിട്ടാണ് വി ആർ ഡൂയിങ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ദീസ് ആർ $0 മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. നൗ പെയ്ഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, probably you would have heard also, ads that you place in Facebook and Instagram. Now I'm going to tell you something very honestly. For me, paid marketing has done zero reach. Why? Because it depends on person to person, brand to brand. കാരണം എന്താണെന്നറിയാം, when I put ads, I made it very clear that the target audience is women and age group is 25 to 40. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തു. ആൻഡ് ഐ ഗേവ് ലൊക്കേഷൻ ഓൾസോ UAE. ബട്ട് വാട്ട് ഹാപ്പൻ വാസ് ഇറ്റ് ഡിഡ് നോട്ട്. എനിക്ക് അതിൻ്റെ അകത്ത് വന്ന 95% റെസ്പോൺസ് വാസ് ഫ്രം ആണുങ്ങൾ. ഫോർ മീ പെയ്ഡ് പ്രൊമോഷൻ ഡിഡ് നോട്ട് വർക്ക് ഔട്ട്. And what I'm trying to do is I'm trying to take a course on paid promotion, but not now. Why? Because ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഫേസിൽ you don't need to spend a lot of money on paid promotion. Why? Build your brand. നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിനെ വിസിബിൾ ആക്കുക. വിസിബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ. You have a brand. If it's working out for you, well and good, do it. But for me, it did not, and it did not reach the target audience. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇൻഡെപ്തിൽ പഠിച്ചിട്ട് വേണമായിരിക്കണം ചെയ്യാൻ.
എനിക്ക് അറിയാവുന്ന ബേസിക് സാധനം വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് മൈറ്റ് ഹാവ് നോട്ട് റീച്ച്ഡ്, ഐ ഡോണ്ട് നോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഈ പെയ്ഡ് കൊളാബ്, ഇതിനൊക്കെ യു മൈറ്റ് തിങ്ക് ദാറ്റ് ദർ ആർ പീപ്പിൾ, ഞാൻ എന്തിനത് കഷ്ടപ്പെടണം, നമുക്ക് ഏജൻസി ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കും. അപ് ടു യു, നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ why I have not given to any agency is because I am trying to learn this. Why am I trying to learn this? Because നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു, ഇവർ നമ്മുടെ അടുത്ത് പറയാണ് ഇത് വർക്കായില്ല, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന കൺവേർഷൻ റേറ്റ്, അങ്ങനെ ഇങ്ങനെ നമുക്ക് ദേ വിൽ യൂസ് ദോസ് ടെർമിനോളജീസ് ആൻഡ് തിങ്സ്. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ഇസ്, ബിക്കോസ് വി ഹാവ് സീറോ നോളജ്, നമ്മളിത് വിശ്വസിച്ചിട്ട് ഓക്കെ എന്നിരിക്കും. ബട്ട് ഇഫ് യു നോ, ഇഫ് യു ഹാവ് ലേൺഡ് അബൌട്ട് ഓൾ ഓഫ് ദിസ്, നിങ്ങൾ മറ്റേ പഠിച്ച് എക്സൽ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, ഇനീഷ്യൽ ഫേസിൽ ഡു നോട്ട് ഗിവ് ടു ഏജൻസീസ്, ലേൺ ബൈ യുവർ സെൽഫ്. ഹൗ ഡു യു ലേൺ? ദർ ഇസ് എ ലോട്ട് ഓഫ് റിസോഴ്സ് ഓവർ ദി ഇൻ്റർനെറ്റ്. വെറുതെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാച്ച് ദം. നല്ല കോഴ്സ് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ യു ക്യാൻ സ്പെൻഡ് മണി. അതർവൈസ് യൂസ് ദി ഇൻ്റർനെറ്റ്, യൂസ് യൂട്യൂബ് ഇറ്റ് സെൽഫ് ആൻഡ് ലേൺ ഫ്രം യൂട്യൂബ്. അതിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഗ്രാജുവലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കല്ലേ, സ്റ്റാർട്ട് ചെയ്തിട്ട് ലേൺ ഓൺ ദ വേ. അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇതെല്ലാം പഠിച്ചിട്ട് ഞാൻ തുടങ്ങാതിരുന്നാൽ ഇന്നൊന്നും തുടങ്ങില്ല നിങ്ങൾ. വൈ ലേണിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ബിക്കോസ് നമ്മൾ ഈ ഏജൻസിക്ക് ആഫ്റ്റർ എ പോയിൻറ്റ് നമുക്കിത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ, നമുക്കിത് ഡെലിഗേറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ, നിങ്ങളിപ്പോൾ ലെറ്റ്സ് സേ ഏജൻസിക്ക് കൊടുക്കണ്ട, ഹയർ സംവൺ, ഹയർ ആൻ ഇൻറ്റേൺ. വെൻ യു ഹയർ ആൻ ഇൻറ്റേൺ അല്ലെങ്കിൽ വെൻ യു ഹയർ സംവൺ, അവർ നമ്മുടെ അടുത്ത് പറയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് അവരടുത്ത് തിരിച്ചും പറയാനായിട്ടാൽ നമുക്കത് മനസ്സിലാവില്ല. ഈ ഹയർ ചെയ്ത ആൾക്കും തോന്നരുത് നമ്മളൊരു പൊട്ടനാണ്, നമുക്കിതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. ദേ നീഡ് ടു നോ ദറ്റ് ഓക്കെ വി നോ, നമ്മളെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാണ്. അതിപ്പം ഹയർ ചെയ്ത ഇൻറ്റേൺ ആവട്ടെ ഏജൻസി ആവട്ടെ. ദാറ്റ് ഈസ് വൈ യു ഹാവ് ടു ലേൺ ബേസിക് കാര്യങ്ങൾ. നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ട്രൈ ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഇതെല്ലാം ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, അറ്റ് സം പോയിൻറ്റ് ഈ ഏജൻസി ആയിട്ട് നമുക്ക് വി ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ദി ഏജൻസി ഓർ വി ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ദ ഇൻറ്റേൺ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട്. അതായത് നമ്മൾ മറ്റേ അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ യു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഇനഫ് ടു, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ബിസിനസ്സിന് ഞാനുണ്ട് എന്നുള്ളത് യു നീഡ് ടു മേക്ക് ഷുവർ. ദാറ്റ്സ് വൈ യു ഹാവ് ടു ലേൺ ഈ പറയുന്ന പെയ്ഡ് മീഡിയ മാർക്കറ്റിംഗ്, email marketing, anything and everything of your business. You need to be sure, you need to know. എല്ലാം കൂടെ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ഗ്രാജുവലി ഇനീഷ്യൽ ഫേസസിൽ, ഇനീഷ്യൽ 2 years ടേക്ക് ദാറ്റ് 2 years, ലേൺ വർക്ക് തിങ്സ്. അതായത് നമ്മുടെ പ്രോഡക്റ്റിനും ഇതും കൂടെ നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മുടെ പ്രോഡക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ദെയർ. പിന്നെ നമുക്കത് നമുക്ക് പണി വീണ്ടും കൂടി വരണമെന്ന് തോന്നിയാൽ പയ്യെ യു ക്യാൻ ഡെലിഗേറ്റ്. പെയ്ഡ് മാർക്കറ്റിംഗ് ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പെയ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് ഫസ്റ്റ് തിങ് വാസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആഡ്സ്. സെക്കൻഡ് തിങ് ഇസ് അഗെയിൻ ഇറ്റ് ഇസ് കൊളാബ് ഓൺലി. കൊളാബ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 50K 10 to 50K അകത്തുള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അകത്ത് നമുക്ക് ബാർട്ടർ സിസ്റ്റം, ഇഫ് ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ് യു ക്യാൻ ഗോ. Otherwise, you go to bigger influencers where you will have to give your product for free. You will also have to pay them. So that is also another way of marketing your product. ഇനിയാണ് ഏറ്റവും, ഈ പറഞ്ഞ എല്ലാ കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ദിസ് ഈസ് ഓൾസോ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഇസ് പ്രൈസിങ്. ഹൗ ഡു ഐ പ്രൈസ് മൈ പ്രൊഡക്ട്സ്? ഇനീഷ്യലി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത്, ഞങ്ങൾ തുടങ്ങിയ സമയത്ത് when I started, I had zero idea about how to price my product. So what I did was, let's say I got a dress for 1000 രൂപ. ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് എനിക്കിത് കിട്ടി, 1500 രൂപയ്ക്ക് ഞാനിത് വിൽക്കുന്നു, അപ്പോൾ എനിക്ക് 500 രൂപ ലാഭമായി. അതിൻ്റെ അകത്ത് ഞാൻ ഐ ഡിഡ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ എനിത്തിങ് എൽസ്. അതായത് ഫ്രം സെപ്റ്റംബർ ടു നവംബർ ഡിസംബർ വരെ I did not take into consideration any of the expenses I had with the business. When I say any of the expense, ഇത് ദുബായിലേക്ക് വരുമ്പോൾ കസ്റ്റംസ് കൊടുക്കണം, വാറ്റ് കൊടുക്കണം. ഇവിടെ വന്ന് നമുക്ക് ബില്ലടിച്ച് അവർ കസ്റ്റംസ് പൈസ 25-30 കഴിഞ്ഞ തവണ I paid 60 dirhams for one parcel. ഇത് ഇതാ പ്രൈസിങ്ങിൽ ഞാൻ കൂട്ടിയിട്ട് പോലുമില്ല. ലൈസൻസ്, ഐ ടുക്ക് ലൈസൻസ് 5000 dirhams. ഐ ടുക്ക് ലൈസൻസ്. ഐ ഡിഡ് നോട്ട്, നമുക്ക് ഒക്ടോബറിൽ ലൈസൻസ് കിട്ടിയതാണ്, ഡിസംബർ വരേക്കും ഐ ഡിഡ് നോട്ട് കൺസിഡർ ദിസ് ഇൻ ടു
മൈ പ്രൈസിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തിനാ കൺസിഡർ ചെയ്യണേ, ഇത് ലൈസൻസ് എടുക്കണത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, വെബ്സൈറ്റ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ, അപ്പോൾ അതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നോ. Why? Because every single money that you put into your business, you have to get it back. എന്താണ് ഫോർകാസ്റ്റിംഗ് എന്നാണ് ഇതിൻ്റെ പേര്, എനിക്കിത് പറഞ്ഞത് അനസാട്ടാ. യു ഹാവ് ടു ഹാവ് നമ്മൾ ഇതിൻ്റെ എന്ത് പൈസ, ഇറസ്പെക്റ്റീവ് ഓഫ് അതൊരു മൊട്ടുസൂചിൻ്റെ പൈസയാണെങ്കിലും യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് ഇൻ സം വേ ഓർ ദി അതർ. നൗ ഹൗ? ഇത് there is 3 types of costing. One type setup cost, പിന്നെ fixed cost ഉണ്ടാവും, then there is variable cost. When I say one time variable, I mean one time setup fees, നാട്ടിലുള്ളവർക്ക് you have to register for GST രജിസ്റ്റർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇഫ് ഐ എം നോട്ട് റോങ്, യു ഹാവ് ടു ഗോ ടു എ CA ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഇവിടെ UAE-യിലുള്ള ആൾക്കാർക്ക് യു ഹാവ് ടു ഗെറ്റ് യുവർ ലൈസൻസ്. സോ ഇനീഷ്യലി ഇറ്റ് സെൽഫ്, തുടക്കത്തിൽ തന്നെ നമ്മൾ ലൈസൻസ് എടുക്കണമെന്ന് വെച്ചാൽ, യെസ്, ഫോർ മീ ലൈസൻസ് എടുക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇറ്റ് ഇസ് ഓക്കെ. ബട്ട് നമുക്ക് ഇത് അതോറിറ്റീസ് അറിഞ്ഞ് ഫൈൻ അടിച്ചാൽ ഒരു അലക്ക ഫൈൻ വരും. അതിനേക്കാളും ഭേദം വൈ ടേക്ക് ദ റിസ്ക് എന്നുള്ളത് കൊണ്ട് വാട്ട് ഐ ഡിഡ് വാസ്, എല്ലാം റെഡിയായി, സാധനം എൻ്റെ കയ്യിൽ വന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ലിസ്റ്റ് ചെയ്ത അന്നാണ് ഐ കോണ്ടാക്റ്റഡ് മൈ agency to do the licensing. You have to, in the one time setup fee, you have to add your license cost, you have to add your നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇതിൻ്റെ അകത്തുള്ള കുറേ വേരിയബിൾസ് വരും കേട്ടോ. ഇഫ് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇ-കൊമേഴ്സ് ബിസിനസ്, ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സാധനം വരില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഫിസിക്കൽ സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇൻക്ലൂഡ് അതിൻ്റെ അതായത് റെൻറ്റ്, അതിൻ്റെ ഫേർണിച്ചർ കോസ്റ്റ്, അതിൻ്റെ ലാപ്ടോപ്പ്, ഓഫീസ് സ്പേസ്, അതിൻ്റെ ഒക്കെ പ്രൈസ് നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ദർ ഇസ് ഡിജിറ്റൽ കോസ്റ്റിംഗ് വിച്ച് ഈസ് വെബ്സൈറ്റ്. നിങ്ങളിപ്പം പുറത്ത് കൊടുത്താണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മിനിമം ഒരു 10,000 രൂപ ആവുമെന്ന് വിചാരിക്കും. പിന്നെ വെബ്സൈറ്റിന് നമ്മൾ ഡൊമൈനിന് പൈസ കൊടുക്കണം. സോ ദാറ്റ് കംസ് ഇൻ ടു വൺ ടൈപ്പ് സെറ്റപ്പ് ഫീ അഗെയിൻ. ഇതെല്ലാം അതായത് ഇയർലി സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞില്ല, നാട്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ വൺ ടൈം സെറ്റപ്പ് ഫീക്കകത്ത് ഈ GST രജിസ്ട്രേഷൻ മതിയാവും. പക്ഷേ നമുക്ക് പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇഫ് യു ആർ ലേണിംഗ് എനിത്തിങ്, പൈസ കൊടുത്ത് എന്തെങ്കിലും പഠിക്കുന്നുണ്ട്, ബൂട്ട് ക്യാമ്പ്സ് അല്ലെങ്കിൽ കോഴ്സ് എടുക്കുന്നു, ഇതൊക്കെ വൺ ടൈം സെറ്റപ്പ് ഫീൽ ഇടാം. പിന്നെ ഫോൺ മേടിച്ചു, ഇതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഫോൺ മേടിച്ചു, അതും ഇതിൻ്റെ അകത്ത് ഇടാം, ഈ വൺ ടൈം സെറ്റപ്പ് ഫീക്കകത്ത് ഇടാം. ഓക്കെ, ദെൻ ദെയർ ഇസ് ഫിക്സഡ് കോസ്റ്റ്. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾക്കൊരു സെയിൽ ഉണ്ടാകുമോ ഇല്ലേന്നൊന്നുമില്ല, പക്ഷേ ഈ സാധനങ്ങൾ ഫിക്സ്ഡായിട്ട് എന്തായാലും എല്ലാ മാസവും പോകും എന്നുള്ളതാണ്. ഇഫ് യു ഹാവ് ലെറ്റ്സ് സേ നിങ്ങൾക്ക് സ്റ്റാഫ് ഉണ്ട്, അവർക്ക് സാലറി കൊടുക്കണ്ടേ, മാസാമാസം സാലറി, അതൊരു ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ദെൻ യു ഹാവ് ലെറ്റ്സ് സേ യു ഹാവ് എ മാർക്കറ്റിംഗ് ഏജൻസി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയ്ഡ് മീഡിയ, സ്റ്റാർട്ടിംഗ് അല്ല, നിങ്ങൾ പകുതി വഴി എത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, എന്തേ സാലറി കൊടുക്കണ്ടേ, പെയ്ഡ് മീഡിയ, യു ആർ റണ്ണിങ് ആഡ്സ്, യു ഹാവ് ടു ടേക്ക് ആ കോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ വെബ്സൈറ്റ്, സോ ഇഫ് യു ആർ ഹാവിങ് എ ഷോപ്പിഫൈ വെബ്സൈറ്റ്, എവറി മന്ത് ദെയർ ഇസ് എ ഫീസ്. ഈ എവറി മന്ത് ഷോപ്പിഫൈക്ക് ഒരു ഫീസ് ഉണ്ടാവും. ഈ ഷോപ്പിഫൈക്കകത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടല്ലോ, അതായത് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത്, അതിനൊരു ഫീസ് ഉണ്ടാവും. അതായത് UAE-ലാണെങ്കിൽ ഇറ്റ്സ് either സ്ട്രൈപ്പ് ഓർ സീന, that fees is there, or if it's in India you have Razorpay fees. Then there is VAT tax ഉണ്ടാവും. ഇതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെൻ ദർ ഇസ് വേരിയബിൾ കോസ്റ്റ്. ഇറ്റ് ഈസ് നിങ്ങളുടെ സാധനത്തിൻ്റെ പ്രൈസ്, നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിച്ചു, ഇതൊക്കെ പ്രോഫിറ്റിന് ഉപരിയാണ് കേട്ടോ. ഞാൻ പ്രോഫിറ്റിലേക്ക് പോലും വന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്. ദെൻ ദർ ഇസ് യുവർ പാക്കേജിങ് ഫീസ്. നിങ്ങൾക്കിപ്പം ഡ്രസ്സാണെങ്കിൽ അതിന് ലേബൽ വേണം, അതിനൊരു പാക്കേജിങ് നമ്മൾ ചുമ്മാ കൊടുത്തു വിടാൻ പറ്റില്ല, അതൊരു പാക്കറ്റിലാക്കി നമ്മൾ പ്രിൻ്റ് ചെയ്ത് ആ സാധനം, പാക്കേജിങ് ഫീസ് ഉണ്ടാവും. യു വിൽ ഹാവ് എ ഷിപ്പിംഗ് ഫീസ്. നൗ എ ലോട്ട് ഓഫ് brands, a lot of businesses, they add shipping fees inside എന്താ പറയുക നമ്മുടെ പ്രൈസിൻ്റെ അകത്ത്. a lot of them shipping fees extra pay ചെയ്യണം എന്ന് പറയും. ഡിപ്പെൻസ് upon you, it's totally on you. സോ നമ്മുടെ ഈ ഷിപ്പിംഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൈസിങ്ങിൽ ആഡ് ചെയ്തിട്ട് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈസ് കൊടുത്തിട്ട് യു ആഡ് എ ഷിപ്പിംഗ് ഫീസ്, അഡീഷണൽ ഷിപ്പിംഗ് ചാർജസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേരിയബിൾ കോസ്റ്റിനകത്താണ് വരുന്നത് ഏതാ സ്ട്രൈപ്പ് ഫീസ്, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഫീസ്, ക്യാഷ് ഓൺ ഡെലിവറി ഫീസ്, അതൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ടാക്സും വാറ്റ്, ഡിസ്കൗണ്ട്സ്. എനി ഡിസ്കൗണ്ട് ദാറ്റ് യു ആർ ഗിവിങ് യുവർ കസ്റ്റമർ, യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് ഓൾസോ, റൈറ്റ്? നമ്മളിപ്പോൾ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം വാട്ട് യു ഡു ഇസ്, okay, now I'm going to show you the Excel sheet. Okay,
ഓക്കെ, സോ ദിസ് ഇസ് ദി എക്സൽ ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ വൺ ടൈം സെറ്റപ്പ് ഫീസ് ഉണ്ട്, മന്ത്ലി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദിസ് ടു യു. നൗ ഈ വൺ ടൈം സെറ്റപ്പ് ഫീസിൻ്റെ അകത്താണ് നമ്മൾ ലൈസൻസിങ്ങിന് 1000 രൂപ കൊടുത്തിരിക്കുന്നത്. നാട്ടിലായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, യു ജസ്റ്റ് ഹാവ് ടു ആഡ് യുവർ GST. ഐ തിങ്ക് ദാറ്റ്സ് എ വൺ ടൈം സെറ്റപ്പ് കോസ്റ്റ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു UAE, every year you have to renew your license. So this amount keeps on increasing. അപ്പോൾ അതൊരു വൺ ടൈം സെറ്റപ്പ് ഫീ ആണെന്ന് ചോദിച്ചാൽ, for the time being, see, as long as you are getting orders, നമ്മൾ ഈ പ്ലാൻ അനുസരിച്ച് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഇതൊരു വൺ ടൈം സെറ്റപ്പ് ഫീസ് ആണ്. ഇതൊക്കെ ഒരു ഇമാജിനറി എമൗണ്ട് ആണ് കേട്ടോ. ഐ ഡോണ്ട് നോ ദി ആക്ച്വൽ വാല്യൂ ഓഫ് ദിസ്. ദി ഓൺലി, കാരണം ഞാൻ നാട്ടിൽ ഇത് സെറ്റപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ പ്രൈസിങ് എനിക്കറിയില്ല. സോ ഐ എം ജസ്റ്റ് പുട്ടിങ് റാൻഡം നമ്പേഴ്സ് ആൻഡ് ദെൻ ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ദിസ് ടു യു. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുമ്പം യു ഗെറ്റ് 13,000. നൗ സ്പ്ലിറ്റ് അക്രോസ് ഓർഡർ, ഈ സാധനത്തിലേക്ക് ഐ വിൽ come to it, but let me first explain all of this and then I will explain to you how I got this 360. Okay, in the monthly cost, വെബ്സൈറ്റിന് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷോപ്പിഫൈയിൽ എല്ലാ മാസവും നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കണം. ആ എമൗണ്ട് ആണ് 400 രൂപ. ഞാൻ നേരത്തെ സ്റ്റാഫിൻ്റെ സാലറി പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, വി ആർ ഓൾസോ എ ഫൗണ്ടർ. നൗ ലെറ്റ്സ് സേ ഐ ഡോണ്ട് ഹാവ് എ ജോബ്, നമുക്കൊരു ജോലിയില്ല, ബിസിനസ് ആണ് നമ്മുടെ വരുമാനം എന്നുണ്ടെങ്കിൽ, യു നീഡ് ടു ബി ഗിവ് യുവർ സെൽഫ് ദാറ്റ് സാലറി. ഒരു മാസം 10,000-20,000 രൂപയ്ക്ക് സെയിൽ നടന്നു, അതിനകത്ത് നമുക്ക് 20,000 രൂപയ്ക്ക് സെയിൽ നടന്നതിൽ 10,000 രൂപ നമ്മുടെ ലാഭം എന്നിരിക്കട്ടെ, അത്ര ഉണ്ടാവില്ല. ബട്ട് വി ആർ ജസ്റ്റ് അസ്യൂമിങ് ആ 10,000 ഇറ്റ് ഈസ് നോട്ട് ഫോർ യു. ആ 10,000-ൽ ഒരു പെർസെൻറ്റേജ്, ഐ തിങ്ക് ഒരു 8,000 നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി 2,000 എന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ ഒരു കാൽക്കുലേഷൻ. സോ ദാറ്റ് ഇസ് വൈ ഐ ഹാവ് പുട്ട് ഫൗണ്ടേഴ്സ് സാലറി ഞാൻ 10,000 രൂപ ഇട്ടേക്കാണ്. നിങ്ങൾക്ക് മാസം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യു ക്യാൻ ടേക്ക് ദിസ് മണി. നൗ ഇൻ ദ വേരിയബിൾ കോസ്റ്റ് കംസ് യുവർ പ്രോഡക്റ്റ് കോസ്റ്റ്. നമ്മൾ 500 രൂപയ്ക്കാണ് ഒരു സാധനം മേടിച്ചതെങ്കിൽ ആ 500 രൂപ ഇതിനകത്ത് ഇടും. ഇനി അതിൻ്റെ പാക്കേജിങ്, അതായത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കണമല്ലോ, ആ കവറിന് നമുക്കൊരു 10 രൂപ ആയിരിക്കട്ടെ. ടാഗ്, അതായത് നമ്മൾ പൊട്ടിച്ച് കളയുന്ന സാധനം, അത്. ദെൻ ദർ ഇസ് ലേബിൾ, ഉടുപ്പിൻ്റെ ബാക്കിൽ ഒട്ടിക്കുന്ന, ഇതിനൊക്കെ 10 രൂപ വെച്ചാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, റാൻഡം ആയിട്ടൊരു എമൗണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ദെൻ ദർ ഇസ് ഷിപ്പിംഗ് ഫീസ്, ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇസ് 250 റുപ്പീസ്. ഈ 500 രൂപയുടെ സാധനത്തിന് എനിക്ക് 60% പ്രോഫിറ്റ് മതി എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഇഫ് ഇറ്റ് വാസ് 1,500 റുപ്പീസിൻ്റെ സാധനമാണ് നമ്മൾ മേടിച്ചിരുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ നമുക്ക് ഇവിടെ ഫിക്സ്ഡ് പ്രൈസ് എന്ന് പറഞ്ഞത് ഈ വാല്യൂസ് എല്ലാം കൂടെ കൂടുമ്പോൾ എത്ര രൂപ വരുന്നോ അതാണ് ഈ ഫിക്സ്ഡ് പ്രൈസ്. ഓക്കെ, ദിസ് ഇസ് ഇൻക്ലൂഡിങ് ദ പ്രോഫിറ്റ്. നൗ ഈ 30, ഇവിടെ നമ്മൾ 1 കൊടുത്തു, ഇവിടെ 30 കൊടുത്തു, 360. ഹൗ ഡിഡ് ഓൾ ഓഫ് ദിസ് കം? ഇത് വേരിയബിൾ കോസ്റ്റിൻ്റെ ഇത്രയും ഇതെന്ന് പറയുമ്പോൾ ഈ ഇത്രയും പ്രൈസിൻ്റെ സമ്മാണ് 2680. ഇത് ദർ ഇസ് നോ വേ വി ക്യാൻ, ഇതിൻ്റെ അകത്തൊരു ഡിഡക്ഷൻ ഒന്നുമില്ല, ഇത് അങ്ങനെ തന്നെ നമുക്ക് വേണം. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഇൻ ടു 1. Now we are assuming initially, we are just starting our business, so we are assuming that we will get 1 day order a day. Initially it is going to be hard, but നമുക്ക് തുടക്കത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ നമുക്കിപ്പം റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചില മാസം നമുക്ക് എന്താ പറയുക 10 ഓർഡർ കിട്ടാം, ചില മാസം നമുക്ക് ഒരു ഓർഡറേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരു സാധനം നമ്മളിവിടെ പ്രൈസിങ്ങിൽ കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഭയങ്കര എക്സ്പെൻസീവ്. സോ ദാറ്റ് ഈസ് വൈ വാട്ട് ഐ ഹാവ്, എൻ്റെ ഒരു രീതിയിലാണ്, നിങ്ങൾക്കിപ്പം ഇഫ് യു ആർ ഗെറ്റിംഗ്, ചിലപ്പോൾ നിങ്ങൾക്ക് 3 ഓർഡർ ഒരു ദിവസം കിട്ടുന്ന, അങ്ങനെ എല്ലാ മാസവും, അതായത് മാസത്തിലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് 3 ഓർഡർ കിട്ടുകയാണെങ്കിൽ, വിച്ച് മീൻസ് ദിസ് റേറ്റ് വിൽ ബി 90. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഒരു തുടങ്ങിയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഫേസിൽ ഒരു ദിവസം ഒരു ഓർഡർ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻറ്റു അപ്പം 30 ദിവസം ഉണ്ട് 30. സോ വാട്ട് വി ഡു ഇസ്, ഈ മന്ത്ലി ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് കോസ്റ്റുകൾ ഇവിടെ നമ്മൾ വരില്ലേ, ആ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 30, യു ഗെറ്റ് 346 റുപ്പീസ്. ഈ വൺ ടൈം സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൂട്ടിയ മന്ത്ലി ഫിക്സ്ഡ് കോസ്റ്റ്, ഈ മന്ത്ലി 30 ഓർഡർ ആണല്ലോ, അപ്പോൾ നമുക്ക് ഒരു വർഷം 30 into 12, 360. So that is how I got this 360, and then you divide this entire amount divided by 360. So that is your ഒരു പ്രോഡക്റ്റിൽ നിങ്ങളപ്പോൾ 36 രൂപ ഈ വൺ ടൈം സെറ്റപ്പ് ഫീസിൽ വരുന്നു, 346 രൂപ നിങ്ങളെ മന്ത്ലി ഫിക്സ്ഡ് കോസ്റ്റിൽ വരുന്നു. ദെൻ യുവർ വേരിയബിൾ കോസ്റ്റ് ഇസ് ദിസ്. നമ്മുടെ കോസ്റ്റ് ഇസ് ആക്ച്വലി 500 രൂപയുടെ സാധനം മേടിച്ചാൽ 1000 രൂപയ്ക്ക് വിറ്റാൽ ഉള്ളൊരു ഇത് കണ്ടോ, അതായത് നമ്മുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് യു കനോട്ട് സെൽ ഇറ്റ് ഫോർ
1000. Do you see what I'm trying to say? And now everyone wants discount, right? So what we do is ഈ പ്രൈസ് നിങ്ങൾ ഫിക്സ്ഡ് ആക്കി വെക്കണം. ഈ 1763 എന്നുള്ളത് നിങ്ങൾ ഡു നോട്ട് ചേഞ്ച്. അതിൽ നിന്ന് കുറച്ച് വെക്കരുത്. അൺലെസ് യു ഡോണ്ട് വോണ്ട് 300 റുപ്പീസ് ആസ് പ്രോഫിറ്റ്, യു ഓൺലി നീഡ് 50% നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ കുറയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഫിക്സഡ് പ്രൈസ്. ദർ ഇസ് നോ ഇതിൻ്റെ താഴോട്ട് നമ്മൾ വിൽക്കുന്നില്ല. Now what we are going to do is ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫർ ഇടുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് 2291 where this value come is ഈ വാല്യൂ അല്ലേ, നമ്മുടെ ഈ 16 ഫിക്സഡ് പ്രൈസിൻ്റെ 30% ആഡ് ചെയ്തിട്ട് വന്ന വാല്യൂ ആണിത്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദിസ് വിൽ ബി യുവർ ഫിക്സഡ് കോസ്റ്റ്, ഡു നോട്ട് ഗോ ലെസർ ദാൻ ദിസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. സോ ദിസ് ഇസ് ഹൗ യു ഡു എ വെരി ബേസിക് പ്രൈസിങ്. Now when can we start taking this founder salary എന്ന് ചോദിച്ചാൽ ഫ്രം ദ ഡേ യു ഗെറ്റ്, അതായത് ഒരു മാസം മൊത്തം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 30 പ്രോഡക്റ്റ് സോൾഡ് ഔട്ടായി എന്നുണ്ടെങ്കിൽ യു ക്യാൻ ധൈര്യമായിട്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളെ പ്രൈസിങ് പെർഫെക്റ്റ് ആണ്. ടേക്ക് ദ 10,000 റുപ്പീസ് സാലറി, നോ പ്രോബ്ലം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അതായത് ഒരു വർഷം മൊത്തം ഇത് ഇങ്ങനെ കിട്ടണം കേട്ടോ. അതായത് ഈ മാസം എനിക്ക് 30 ഓർഡർ കിട്ടി, അടുത്ത മാസം എനിക്ക് ഒരു ഓർഡർ കിട്ടിയുള്ളെങ്കിൽ 10,000 രൂപ എടുത്താൽ നമ്മൾ ചെറുതായിട്ടൊന്ന് 3G ആയി പോകും. ബട്ട് യാ, സോ ദിസ് ഇസ് ഹൗ യു പ്രൈസ് യുവർ പ്രോഡക്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ യു മൈറ്റ് സീ ദാറ്റ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ദേ ആർ സെല്ലിംഗ് ദ സെയിം തിങ് ഓർ ലെറ്റ്സ് സേ സിമിലർ പ്രോഡക്ട്സ് ഫോർ ലെസ്സർ പ്രൈസ് ആൻഡ് യു ഫീൽ ലൈക്ക് അയ്യോ അവർ അതിനാണല്ലോ കൊടുക്കുക, അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് കൊടുത്താൽ മേടിക്കുമോ? ഞാനൊരു സത്യം പറയട്ടെ, ഈ പ്രൈസിങ് എല്ലാം എവറിഥിങ് ഈസ് റിലേറ്റഡ് ടു ദ മൈൻഡ് സെറ്റ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് യു ഫൈൻഡ് ദ റൈറ്റ് കസ്റ്റമർ, ഇഫ് യു ഫൈൻഡ് ദ റൈറ്റ് crowd, your product will be sold out. That is very simple. So do not worry about your competitors, do not worry that your price is high. You just need to make sure that you work towards marketing it correctly. Now with Rue Collections, a lot of mistakes I've made. One is ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം മര്യാദയ്ക്ക് പ്രൈസ് ചെയ്യാൻ അറിയാണ്ട് ചെറിയ പ്രൈസ് ഇട്ടു, then I increase the price. So that's why I'm saying it is everything is in your mindset. People will buy if you have marketed it correctly, if the storytelling part has been done correctly, if you have a very good engaging content, if you do your research properly, people will buy. So അതാണ് ഇന്നത്തെ വീഡിയോ. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഐ ഹവ് മിസ്ഡ് ഔട്ട് ഓൺ എ കപ്പിൾ ഓഫ് തിങ്സ്. അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഓർമ്മ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ഐ വിൽ സേ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. I will see you in the next video. Until then,